എന്താണ്ടോ എന്ന് നമ്മുടെ രവിയേട്ടൻ്റെ എൻഗേജ്മെന്റ് ആണ്ടോളി. കിഷോർ പറഞ്ഞ പോലെ ഇന്നാണ് ആ സുദിനം. നമ്മുടെ സ്വന്തം രവിയുടെയും ആതിരയുടെയും എൻഗേജ്മെന്റ്. കുളിച്ച് കുട്ടപ്പന ഇഡലിയും പടയും തട്ടാൻ വന്ന ഇഡലിയും പടയും വിളമ്പാൻ വന്ന ഞാനും വൈശാഖും കണ്ടത് അനിതാന്റെയും സുധാകരനങ്ങളും മത്സരിച്ച് രവിയെ ഉമ്മവയ്ക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ കലിപ്പനായി നമ്മുടെ രവിയുടെ മുഖത്തൊരു ചെറുപുഞ്ചിരിയും നാണവും വിടർന്നു. പച്ചക്കുർത്തയിൽ തിളങ്ങുന്ന നമ്മുടെ മണവാളന്റെ ഒരു ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആതിരയുടെ മാസ് എൻട്രി. മേക്കപ്പ് അല്പം കുറഞ്ഞു പോയോ അർജുനേട്ടാ എന്നൊരു ചോദ്യം. എന്നാൽ രേവന്തിന്റെ ചോദ്യം ചെയ്തിട്ട് ഞാൻ വിജൃംഭിച്ചു പോയി. ഷർട്ട് തയ്ക്കാൻ ഒരു തുയ്പ് പൊട്ടി കിട്ടുമോ എന്ന് അത് ഞാൻ നേരിട്ട് മണവാളിനോട് തന്നെ ചോദിച്ചോളാൻ പറഞ്ഞു. ഇനിയവര് ഞാൻ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സിംഗിൾ മീംസ് അയച്ചു കൊടുക്കും, പക്ഷെ അവൻ എനിക്ക് അങ്കിൾ മീംസ് അയച്ചു തരാനും സാധ്യതയുണ്ട്. മണവാളന്റെ കാറിന് തൊട്ടുപുറകിൽ തന്നെ ഞങ്ങൾ വെച്ച് പിടിച്ചു മുപ്പത്തടത്തേക്ക്. സ്റ്റേജിൽ രവി കുറച്ച് സമയം പോസ്റ്റ് ആയെങ്കിലും ഉടനെ തന്നെ ആതിര അവന് കമ്പനി കൊടുക്കാൻ എത്തി. രണ്ടുപേരും എന്തോ കാര്യമായ ഡിസ്കഷനിലാണ്. അമ്മമാരുടെ ക്ലീഷേ ഡയലോഗായ മുഹൂർത്തത്തിന് സമയമായെന്ന് പറഞ്ഞപ്പോഴേക്കും രവി നല്ല ഭംഗിയായി തന്നെ മോതിരമാറ്റം നടത്തിയിട്ടുണ്ട്. അമ്മമാരുടെ കുരവിയുടെ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് മറ്റൊരു ആതിരയും കടന്നു വന്നിരിക്കുന്നു. അടുത്ത പരിപാടി ഫുഡ് അടി തന്നെ. സലിംകുമാർ പറയുന്ന പോലെ ഞങ്ങൾ ചെക്കന്റെ വീട്ടുകാരാ, ഞങ്ങളെ ആദ്യം ഇരിക്കണ്ടേ. എടാ വൈശാഖ കോട്ടുവായടല്ലടാ. അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു. അപ്പൊ ഇതൊരു റിഹേഴ്സൽ മാത്രമാണ്. മെയിൻ പിക്ചർ ഡിസംബറിൽ വരുന്നുണ്ട്.